എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി, ആമ്പൂർ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് കുക്കറിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതേസമയം നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കേരള ബിരിയാണിയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല, തമിഴ്നാട് ബിരിയാണി. അപ്പൊ ഇതിന് മുൻപ് എനിക്ക് തോന്നുന്നു 1-2 മാസം മുൻപ് കുസ്ക റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏകദേശം ടേസ്റ്റ് ഒക്കെ വരുന്ന ഒരു ബിരിയാണിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് തരിക. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി, ആമ്പൂർ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ഫ്രഷ് ചിക്കൻ, ബിരിയാണി കട്ടിങ്, അത് നന്നായിട്ട് വിനീഗറും ഉപ്പിട്ട് നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു കുറച്ച് നേരം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ആമ്പൂർ ബിരിയാണിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാറില്ലല്ലോ. ശരിയാണ്, ആമ്പൂർ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ വെറുതെ ആ ഗ്രേവിയിലേക്ക് ഇട്ടതിന് ശേഷം വേവിച്ച് അരിയും കൂടി ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. പക്ഷേ എനിക്കിവിടെ പിള്ളേരൊന്നും കഴിക്കില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു റെഡ് കളർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ചിക്കൻ ചിലവാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയൽ ആമ്പൂർ ബിരിയാണിയിൽ ഈ പ്രോസസ്സ് ഇല്ല. അപ്പോൾ എന്നെ പോലെ ഈ വെളുത്ത കളറിലിരിക്കുന്ന ചിക്കൻ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. അല്ലാത്തവർ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ എല്ലാം കൂടി മിക്സ് ചെയ്തു. അതിനുശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10-20 മിനിറ്റ്. അതിനുശേഷം ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ അതിൽ ഗ്രേവിയിൽ ഇട്ടിട്ട് നന്നായി കുക്ക് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഒരുപാട് കട്ടിയായിട്ട് മാറും നമ്മുടെ ചിക്കൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്പ് മുതൽ ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജീരകശാല അരിയാണ്. സാധാരണ ഈ ബിരിയാണിക്ക് ജീരകശാല അരിയാണ് ഉപയോഗിക്കുക. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ജീരകശാല റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി അരിയും ഉപയോഗിക്കാം. അപ്പോൾ ബസ്മതി അരിയാണെങ്കിൽ 20 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതേസമയം ജീരകശാല അരിയാണെങ്കിൽ ഒരു മിനിമം 30 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായിട്ട് ഇത് അരി ഒരു 3-4 പ്രാവശ്യം കൈവച്ചിട്ട് തിരുമ്മി കഴുകുക. അതിനുശേഷം വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ ഒരു അരിപ്പയിലോട്ട് ഇതേപോലെ ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ മതി. ആദ്യമേ തന്നെ അരി സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അരി ഇങ്ങനെ തിരുമ്മി കഴുകി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയൊക്കെ വളരെ നൈസായിട്ട് അങ്ങ് പൊട്ടി പോകും. അപ്പോൾ നമ്മുടെ ബിരിയാണി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ പോയിന്റ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളകാണ്. ഞാനിവിടെ കാശ്മീരി മുളക് 6 എണ്ണവും അതുപോലെ തന്നെ എരിവുള്ള മുളക് വറ്റൽ മുളക് 3 എണ്ണവും 20 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് ഒരു എരിവുള്ളൊരു ബിരിയാണിയാണ്. പക്ഷേ ഞാൻ ഒരുപാട് എരിവ് ഇടുന്നില്ല ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇതുപോലെ കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ച് ചേർക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹോളായിട്ടുള്ള മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടിയോ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് പൊടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ മതിയാകും. അതേസമയം നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരുമിച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. ഒരല്പം വെള്ളം ചേർത്ത് അരയ്ക്കണം, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തണ്ട് മാറ്റണം. അതിന് ശേഷം അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇതാ ഞാനിവിടെ ഇപ്പോൾ മുളക് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ആ മുളക് പൊടി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് ബിരിയാണി ചെയ്യാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് കുക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വലിയൊരു പാത്രത്തിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അടി കട്ടിയുള്ള പാത്രമായിരിക്കണമെന്ന് നിർബന്ധമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓൺ ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ വേണമെന്നൊന്നുമില്ല, നെയ്യ് മാത്രം ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് റിഫൈൻഡ് ഓയിലും നെയ്യും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ കുക്കറിന് എത്ര വർഷമായെന്നറിയുന്നത്? 2006 ഞാനിവിടെ ദുബായിൽ വന്നപ്പോൾ എൻ്റെ അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറായിരുന്നത്. ഇപ്പോൾ 2020 14 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ളൊരു കുക്കറാണത്. ഇപ്പോഴും ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുകയാണ് ഇതിനെ. ഇതുവരെ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന കുക്കർ ഉണ്ടല്ലോ ഒരു ക്വാളിറ്റി ഇല്ല. ഇത് പഴയ കുക്കറാണെങ്കിലും ഇപ്പോഴും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അതിന്. ടച്ച് വുഡ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നെയ്യും അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഇത് നന്നായിട്ട് ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് തീരെ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യിന് പകരമായിട്ട് ഡാൽഡ ഉപയോഗിക്കാം, ഡാൽഡ ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നെയ്യ് ഉണ്ടെങ്കിൽ ബിരിയാണിയുടെ വാസന വരണമെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലോട്ട് ഞാൻ ഒരു 4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 4 ഏലക്കായ, ഒരു കഷ്ണം പട്ട, ഇതും കൂടെ ചേർത്ത് നല്ലൊരു ഫ്ലേവർ വരുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. 2-3 മിനിറ്റ് കേട്ടോ. അത്യാവശ്യം 2-3 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. കുക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് കേട്ടോ. ചൂട് എപ്പോഴും മീഡിയം ആണെന്ന് ഉറപ്പ് വരുത്താം. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. 15 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണിയിൽ നമ്മൾ വെളുത്തുള്ളി കൂടുതൽ വേണം. അപ്പോഴാണ് ആമ്പൂർ ബിരിയാണിയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു വാസന വരുള്ളൂ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന ചൈനീസ് വെളുത്തുള്ളിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, 15 അല്ലി വെളുത്തുള്ളി എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ താഴെ ഇങ്ങനെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു പശപ്പ് ഉണ്ടാവും അതിന്. ഒരു 2 മീഡിയം സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇഞ്ചി പേസ്റ്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഉപ്പ് ഇടുന്ന പോലെ ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കി കണ്ട് കിട്ടണം കല്ലുപ്പാണെങ്കിൽ. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വാടി ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന വരെ നന്നായിട്ട് ഇതങ്ങ് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയൊന്നും. ഇത് നന്നായി വാടി കിട്ടിയാൽ മതി. വാടി ഇച്ചിരി കൂടി ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റം വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തീ ആദ്യം തന്നെ ഒന്ന് കുറയ്ക്കുക. മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ഇല്ലേ, അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിപ്പോൾ ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഇതങ്ങ് വഴറ്റി കൊടുക്കണം. അതായത് ആ പച്ചമണം നന്നായിട്ട് മാറണം നമ്മുടെ മുളകിൻ്റെ. അത് മസ്റ്റാണേ, അല്ലെങ്കിൽ ആ ബിരിയാണിക്ക് ആ മുളകിൻ്റെ കുത്ത് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് ഈ മുളക് ഇട്ടതിന് ശേഷം, പൊടിയാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതങ്ങോട്ട് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക. ആ ഒരു വാസന മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ആ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് മസാലയുടെ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കും. നല്ല പഴുത്ത മീഡിയം തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തക്കാളി വേണ്ട. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ തക്കാളിയുടെ എണ്ണം കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കി വന്നപ്പോൾ നമ്മുടെ കപ്സ ഇല്ലേ, കപ്സയുടെ ഒക്കെ ഒരു അളിയനായിട്ട് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ പിന്നെ ഉണ്ടാക്കിയപ്പോൾ തക്കാളിയുടെയൊക്കെ അളവ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കണം, ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് പുളി വരും. അതുകൊണ്ട് തക്കാളി ഒരെണ്ണം മതിയാകും. ഇനി ഈ തക്കാളി നന്നായിട്ട് കിടന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പുതിനയിലയും മല്ലിയിലയും. അപ്പോൾ ഒരു കൈപ്പിടി മല്ലിയില, ഒരു 10-15 പുതിനയുടെ ഇല കേട്ടോ. ഇത് ഞാൻ പുതിനയുടെയും മല്ലിയുടെയും ഇല മാത്രം ഉപയോഗിച്ചിട്ടുള്ള, തണ്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചിലയിടത്ത് പോയി ബിരിയാണി കഴിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, കമ്പും കോലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഒഴിവാക്കണം പറ്റുന്നുണ്ടെങ്കിൽ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പുതിനയിലയും മല്ലിയിലയും ഇടുമ്പോഴാണ് നമ്മൾ ബിരിയാണിയുടെ വാസന വരിക. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പുതിനയിലയും മല്ലിയിലയും ഇടാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇത് രണ്ടും ഇട്ട് തന്നെ ഉണ്ടാക്കാനാണ് കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ തൈര്. ഒരുപാട് പുളിയുള്ള തൈരല്ല, ചെറിയ പുളിയുള്ള തൈര്, നടിച്ച് വെച്ച തൈര് ഒന്ന് ഫോർക്ക് വെച്ച് അടിച്ച് വെക്കുക. അത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്താൽ മതിയാവും. വേവിക്കാത്ത ചിക്കൻ ഇട്ട് കൊടുത്താൽ മതിയാവും ഈ സമയത്ത് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ മസാലയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഈ മസാല ഒന്ന് കിടന്ന് കുക്കാവട്ടെ.
ഈ ചിക്കനിലോട്ട് നല്ലോണം മസാലയ്ക്കൊന്ന് പിടിച്ചോട്ടെ. ഞാൻ ഇതിലോട്ട് ഒരു അല്പം ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ബിരിയാണി മസാല സാധാരണ ഇതിൽ ഇടാറില്ല, പക്ഷെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ വന്നു. അതുകൊണ്ട് ബിരിയാണി മസാല ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതിയാകും. അതല്ലെങ്കിൽ രണ്ടും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണാൻ മറക്കരുത്. ഇനി നമുക്കിതിലോട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തുക. ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നിരിക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. നിങ്ങൾ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണം? 4.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. ആ ഒരു കണക്കാണ് ഞാനിവിടെ ഓൾറെഡി അളന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം, പുളി കുറവുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുക്കണം. അതിനെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചോറിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രേവി കഴിക്കുമ്പോൾ ഒരല്പം ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അത് ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഒരുപാടല്ല, ഒരല്പം. അപ്പോഴാണ് ആ ചോറിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പ് മുന്നോട്ട് നിൽക്കുന്നുണ്ട് ഗ്രേവിയിൽ കേട്ടോ. നിങ്ങളത് വിചാരിച്ചിട്ട് ഒരുപാട് ഉപ്പിടരുതേ. ഇനി ഞാൻ എൻ്റെ പൊടിക്കൈ, അവസാനത്തെ പൊടിക്കൈ, ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണം. സീക്രട്ടാണ്, ആരോടും പറയരുത് കേട്ടോ. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു, ഒരുപാട് നാവരുത് കേട്ടോ. ഈ ചിക്കൻ മധുരിക്കാൻ പാടില്ല. ബാലൻസ്ഡ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മധുരം ചേർത്ത് കൊടുത്തത്. ഒരു നുള്ളു മാത്രം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. താഴേന്ന് മേലേന്നും ഒക്കെ മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാവിടെയും എത്തിയെന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വരട്ടെ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ചിട്ട് എന്ത് ചെയ്യണം? ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ഗ്യാസ് സ്റ്റവിൽ മീഡിയം ബർണറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ 4 ബർണറുള്ള അടുപ്പുണ്ടാവും, അല്ലെങ്കിൽ 2 ബർണറുള്ള അടുപ്പുണ്ടാവും. ഒന്നിൽ ചെറിയതായിരിക്കും തീ വരുന്നത്, ചിലതിൽ മീഡിയം ആയിരിക്കും, ചിലതിൽ ഹൈ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ മീഡിയം ബർണറിലാണ് നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലോ ഫ്ലെയിമിലുള്ള ബർണറിൽ വെച്ച് വീണ്ടും ലോ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് മീഡിയം ബർണറുള്ള അടുപ്പത്ത് നമ്മളിത് വെക്കുക, അതിനുശേഷം അടയ്ക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ അതിൽ ഏറ്റവും ചെറിയ സിമ്മിൽ ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക. 15 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ കുറയ്ക്കുകയാണ്, ലോ ഫ്ലെയിമിലോട്ട്, ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, എന്നിട്ട് അടച്ചു വെക്കുക. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ, കാരണം കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം നോക്കുക നിങ്ങൾ. അപ്പോൾ ആദ്യം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അരി ഇച്ചിരി വെള്ളം പോലെ ഉണ്ടാവും, സാരമില്ല, പക്ഷെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഒരു വലിയൊരു പാത്രം എടുക്കുക, അതിലോട്ട് മൊത്തത്തിൽ അരി അങ്ങ് കമത്തുക. മനസ്സിലായ? കാരണം വെച്ചാൽ ഇതിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ചോറ് ഒരുപാട് അങ്ങ് വേവും, പക്ഷേ മേലത്തെ ചോറ് നോർമലായിട്ടിരിക്കും. അതുകൊണ്ട് ഒരു വലിയൊരു ബേസിൻ എടുക്കട്ടെ ഞാൻ. അതിലോട്ട് നമുക്ക് മൊത്തത്തിലുള്ള ബിരിയാണി ഇട്ട് കൊടുക്കാം. കുക്കർ കണ്ട അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഇച്ചിരി വേവ് കുറവാൻ തോന്നുകയാണെങ്കിൽ അതേപോലെ കുക്കറിൽ അടച്ചു വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. പക്ഷേ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് വേവ് വരാറുണ്ട്. അപ്പോൾ നോക്കിയൊക്കെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒരിച്ചിരി എരിവ് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇട്ടിരുന്ന അത്രയ്ക്കും ചില്ലി പേസ്റ്റ് ഇടണ്ട കേട്ടോ, കുറച്ചിട്ടോളൂ. എരിവ് ഭയങ്കര കൂടുതലൊന്നും അല്ല, എന്നാലും ഇച്ചിരി എരിവുണ്ട്. അത് ഓരോ മുളക് അനുസരിച്ച് മാറ്റം വരും. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇതിനേക്കാൾ എരിവ് കുറവായിരുന്നു കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാകും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉണ്ടാക്കി നോക്കിയപ്പോൾ അല്പം ഒരു പൊടിക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട് എരിവ്. പക്ഷേ അത് ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കി കണ്ടും ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണ റൈത്തയും അതുപോലെ തന്നെ സർലാസുമാണ്. അതുപോലെ തന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ലെമൺ ഡേറ്റ്സ് പിക്കിൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി സൂപ്പറായിട്ടുള്ള നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ അരിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കുഴഞ്ഞ പോലെ തോന്നും, പക്ഷേ ചൂടാറുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഈ റൈസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ വെന്തുടയില്ല. ജീരകശാല അരി ഒക്കെ ഈ ബിരിയാണിയൊക്കെ പ്രത്യേകിച്ചും രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴായിരിക്കും പെർഫെക്റ്റ് ടേസ്റ്റ്. അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഈ ബിരിയാണി അങ്ങനെ ചെയ്യാറ്. പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ കേരള ബിരിയാണി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേ വേണ്ട. ഇതൊരു തമിഴ്നാട് ബിരിയാണിയാണെന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. കുറവേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. വേവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ നേരം അടച്ചു വെക്കുക കേട്ടോ. ഈ ചിക്കൻ്റെ പീസസ് ഒക്കെ കണ്ട കുറച്ചൊരു ചോന്നിട്ടാണ് ഇരിക്കുന്നത്, മറ്റേതുപോലെ വെളുവിളായിരിക്കുന്നില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ആമ്പൂർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ മറ്റുള്ളവരായിട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. കുറേ നാൾക്ക് ശേഷം ചോറുണ്ടാൻ പോവാണ് കേട്ടോ. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഇത് സ്പെഷ്യൽ ചോറ്. ഓ, സൂപ്പ് എടുത്തിട്ട് ചോറി കൂടെ ഒഴിക്കാൻ പോകണം, എനിക്ക് വയ്യ. മത്തങ്ങ സൂപ്പ് വിത്ത് സൂപ്പ് ഒഴിച്ച് ചോറുണ്ണാണ് ആൾക്കാരെ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആട്ടുമട്ട എന്ന് പറഞ്ഞിട്ടുള്ള റൈസാണ് കേട്ടോ, നമ്മളെ നോർമൽ റൈസ് അല്ല ഇത്. ജാൻ്റെ അച്ഛനൊക്കെ ഇതാ കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മലരില്ലേ, മലര് പോലെ കണ്ടല്ലേ, അതിന്റെ ഞാൻ പാക്കറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് സംഭവം കണ്ടോ. പുള്ളിത്തെ റൈസ് ഇങ്ങനെ ഇരിക്കും, ഇത്രയും ഡാർക്ക് ഷെയ്ഡാണ് ഇതിന്റെ റൈസ്. അപ്പൊ കുക്കിംഗ് ടൈമും കുറച്ച് കൂടുതലാണ്. ഇപ്പൊ ഞാൻ 1/2 ഗ്ലാസ് അരിയിട്ട് ജാന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. ജാൻ്റെ അച്ഛനൊക്കെ കുറെ നാളുകളായിട്ട് ഇത് തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഇതിന് ഫൈബർ കണ്ടന്റ് കൂടുതലാന്ന് പറയുന്നു അല്ലേ. പിന്നെ എന്തൊക്കെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കൂ ചേട്ടാ. എന്താ ചേട്ടത് കഴിക്കാൻ ചോറിന്റെ ഒരു ടേസ്റ്റ്. ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതോടുകൂടി ഞാൻ നിർത്തി പരിപാടി. പക്ഷെ നല്ലതാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാനും കഴിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇത് ഓയിലില്ലാത്ത പൊരിയല്, ഇത് പരിപ്പും പടവലങ്ങ. ഞാനിവിടെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇത് വറുത്ത് കഴിഞ്ഞ ചിക്കൻ. ഇത് നന്ദുവിനും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പും മത്തങ്ങ എരിശ്ശേരി.